ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതായത് ഈവനിങ് എന്ന് വെച്ചാൽ കുറച്ച് സമയത്തേക്കുള്ള വ്ളോഗാണ് കേട്ടോ. ഞാനും ന്യൂസും മോനും പിന്നെ ഷാനൂസും കൂടെ പുഴയിൽ പോയതാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തേക്കായിരുന്നു പുഴ ഉണ്ടായിരുന്നത്. പിന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പുഴയാണ് കേട്ടോ. പിന്നെ അവിടെ വന്നതും ഇവിടുത്തെ ഈ കമ്പികളൊക്കെ വലിച്ച് മറിച്ചിട്ടേക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞ ന്യൂസിനുണ്ട്, അയ്യോ ആനയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് ഇത് എങ്ങനെ വീണ് കിടക്കുകയെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് നോക്കിയിട്ടൊക്കെ ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്ന വീഡിയോ ഉണ്ടത്. ആ ഒരു ഇതിൽ ഞാൻ എല്ലായിടത്തു കൂടെയും ഒന്ന് ഫോണൊന്ന് ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുഴയിൽ. അപ്പുറത്തെ സൈഡിൽ ഇത് അങ്ങ് നീളത്തിലുള്ള പുഴയായതിനെ കൊണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതാ അങ്ങ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വീഡിയോസ് അങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. ഷാനൂസിനാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ പോകണം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. സ്വന്തമായിട്ട് മുടിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഏതൊരാൾക്കാണ് അങ്ങനെ ആഗ്രഹമില്ലാത്തത്. അപ്പം ഷാനൂസും ന്യൂസും കുഞ്ഞും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് പുഴയിലെ വെള്ളമൊക്കെ ഇങ്ങനെ എടുക്കാമല്ലോ എന്ന് വെച്ച്. പുഴയല്ല ഇത്, ഒരു എന്താ പറയുക, ഒരു കുഞ്ഞൊരു അരുവി പോലെ. അരുവിയെന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. നല്ല രസമാണ്. എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ക്ലിയർ ആകുന്ന പോലെ ആയിരിക്കും നമുക്കിവിടെ വന്നിരുന്നുള്ള അവസ്ഥ. അപ്പോൾ നല്ലൊരു മൈൻഡായിരിക്കും നമുക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ നല്ല ഭംഗിയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാനും. പിന്നെ അവിടെയുള്ള കല്ലുകൾ, അതായത് ഉരുൾ പൊട്ടിയ സമയത്ത് കല്ലുകൾ തമ്മിൽ ഉരസിയിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പിലായിട്ട് വരുന്നതാണ് ഈ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കല്ലുകളൊക്കെ കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. പിന്നെ ഷാനൂസിന് വെള്ളത്തിലിറങ്ങണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയായിരുന്നു, ഒന്നും പറയണ്ട. എങ്ങനെയൊക്കെയോ പിന്നെ വെള്ളത്തിലിറക്കി കുറച്ച് സമയം. മൂപ്പർക്ക് വെള്ളത്തിലിറങ്ങി കളിക്കണം, പക്ഷെങ്കിൽ അവൾക്ക് പെട്ടെന്ന് സുഖമില്ലാതിരിക്കുന്നതിനാൽ ഞാൻ അങ്ങനെ അങ്ങ് ഇറക്കിയിട്ടില്ല. കുറച്ച് സമയം വെള്ളത്തിലിങ്ങനെ കളിപ്പിച്ചു എന്നല്ലാണ്ട്. അവൾക്ക് കുളിക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്, പക്ഷെ കുളിക്കാനുള്ള സാഹചര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. കുളിക്കുകയൊക്കെ ചെയ്താൽ അപ്പോഴത്തേക്കും പനി വരും. പുഴയും കൂടെ ആയതിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ പനി വരും. അപ്പം അവിടെ നിന്ന് ആ വെള്ളം ഒഴുകി വരുന്നതാണ് നല്ല രസമുണ്ടല്ലേ. നമ്മൾ ഈ മോട്ടർ ഇട്ടിട്ട് ഈ വെള്ളം ഇങ്ങനെ എന്താ പറയുക, കുതിച്ച് ഇതാവില്ലേ, അപ്പോൾ ആ ഒരു ഫീലായിരുന്നു അവിടെ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അത് വീഡിയോയിൽ കാണാനുള്ള ചാൻസ് കുറവാണ്. കുഞ്ഞു മീനുകളുണ്ട്. അപ്പം പിന്നെയും പുഴയിൽ തന്നെ വീഡിയോ എടുക്കുകയാണ്. അതായത് ആ ഒരു എന്താ കാണുമ്പോഴുള്ളൊരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഷാനൂസ് അവിടെ നിന്ന് ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവളെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ചീത്ത പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ. കാരണം വീണിട്ടുണ്ടെങ്കിൽ പാറയും കൂടെ ആയതിനെക്കൊണ്ട് നല്ല സുഖമായിരിക്കും. വീണാൽ പിന്നെ നല്ല എന്താ പറയുക, ചോര വരും, നല്ല അപകടം തന്നെയായിരിക്കും പാറയായതുകൊണ്ട്. അപ്പോൾ പിന്നെ അവളോട് ശ്രദ്ധിച്ച് കളിക്കാൻ കുറേ നേരം പറഞ്ഞു. മൂപ്പർക്കൊന്നും അതൊന്നും വിലയിൽ പോകുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് ഇങ്ങനെ വന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്നു, അവളുടെ കൈ പിടിച്ചു. അവളെ കൈ പിടിച്ച് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്തു. അന്നേരമുള്ള ആക്ഷനാണ് കേട്ടത്. എൻ്റെ കൈ വിടിയിച്ച് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷെങ്കിലും ഞാനത് മുറുക്കി പിടിച്ചുകൊണ്ട് എന്നെ അതിനാണ് നോക്കുന്നത് അവൾ. അവൾക്ക് ഇങ്ങനെ വീട്ടിലിരിക്കണം എന്നൊന്നുമില്ല. അവൾക്ക് അതിലേക്കൂടെ എങ്കിലും ഇങ്ങനെ പോയി കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിലും മുപ്പത്തി നല്ല ഉഷാറാണ്, എല്ലാ സമയത്തും ഹാപ്പി ആയിരിക്കും കേട്ടോ. പക്ഷെങ്കിൽ അതിനുള്ള സമയം ഇല്ലല്ലോ നമുക്ക്. പിന്നെ ഞാനും മോനും കൂടെ മോനെ എടുത്തിട്ടോ. മോനെ നിവുൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാനും മോനും കൂടി
ഇങ്ങനെ കുറച്ച് അങ്ങോട്ടേക്ക് അവന് വെള്ളം കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഷാനൂസ് അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ദേഷ്യം പിടിച്ച് കൂട്ടി, പിന്നെ രണ്ടാളും കൈ പിടിച്ചു. അപ്പം ന്യൂസ് പറയുന്നുണ്ട്, അമ്മൂസിങ് പോരി 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 എന്ന് പറയുന്നുണ്ട്. കാരണം ന്യൂസിന് പേടിയായിരുന്നു, അവിടെ നിന്നിട്ടാൻ വീണിട്ടാൻ പോയിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ കുഞ്ഞും ഇല്ലേ നമ്മളെ കയ്യിൽ, അപ്പം പിന്നെ അപകടം വരണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് പോയിട്ടോ. ഞങ്ങളവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ടുപേരും അവിടെ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകണ്ടെന്ന് വെച്ചിട്ട് അപ്പുറത്തേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ന്യൂസും ഷാനൂസും കൂടെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കളിക്കായിരുന്നു കേട്ടോ. ന്യൂസ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴാണ് അന്നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ആസ്വദിച്ചു കേട്ടോ. വെള്ളത്തിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്ത് ആസ്വദിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അവിടെയുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ. പിന്നെ ആ കല്ലുകൾ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. പിന്നെ ഷാനൂസിന് അവിടെ എത്തിയപ്പോൾ കേട്ടോ കുറച്ചൊരു ആശ്വാസമായത്. അവിടെ നിന്ന് കുറച്ചും കൂടി വെള്ളത്തിൽ കളിക്കാമല്ലോ. പിന്നെ ഞാനും മോനും കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അവൻ എന്നെ തന്നെ നോക്കുക. അവന് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ പോകേണ്ട ടൈമായിന്ന് അവനിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ പോകാൻ നേരത്തുള്ള വീഡിയോ ആണ് കേട്ടത്. ഷാനൂസ് ആ സമയം മുതലാക്കിയെടുക്കുകയാണ്. കുറച്ച് നേരം ഞാൻ അവനെ എടുത്ത സമയത്ത് അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് അവിടെ നിന്ന് കുറച്ച് കുഞ്ഞി കല്ലുകൾ പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ അക്വാറിയത്തിലേക്ക്, അക്വാറിയം എന്ന് പറഞ്ഞുകൂടെ ഒരു കുഞ്ഞു കുപ്പിയിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചിങ്കുവിന് വേണ്ടിയിട്ട്. അവന് ആ കുപ്പിയിൽ ഒറ്റക്കായ ഒരു ഫീൽ അനുഭവിക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് കല്ലുകൾ പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവന് കൂട്ടായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊരു ക്യൂട്ട് കല്ലായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാനത് ന്യൂസിന് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. കാരണം നല്ല ഇരുട്ട് മങ്ങുന്നുണ്ടായിരുന്നു, വെട്ടമൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് പോവാം, പിന്നെ മഞ്ഞും തണുപ്പൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഷോർട്ട് വീഡിയോസിനൊക്കെ നല്ല ലൈക്ക് സപ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ ലോങ് വീഡിയോസിന് തീരെ സപ്പോർട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിക്കാവുമെന്ന് വിചാരിക്കും. ടാറ്റാ.